அகில் சென்னை வந்து எனக்கு ஸ்டோரி சொன்னாங்க. நான் அந்த டைம் வரைக்கும் நான் டோவின்னு மீட் பண்ணல. ஸ்டோரிஸ் சொல்லிட்ட உடனே நான் டோவிக்கு ஃபோன் அடிச்சுட்டு நான் சொன்னேன், என்ன இருந்தாலும் இந்த படம் பண்ணுறேன். ஸோ it is truly a big budget movie and I'm happy with it. And the team, Akhil, Anas, Chaman Chako, Akhil George, Jakes Vijay, the technical team has been spectacular. And as you can see, it's lovely to watch on screen. So hope you can enjoy it. That's amazing. Well, I really want to ask you one last question. You know, you said, you just called up Tovi and said, we are going to do this movie. So could you share anything, any experience with Tovino Thomas that which stuck in your mind? I can't share too many experiences because it was too funny. It was too much fun on the sets. In fact, Tovi, Akhil, Anas and me, we enjoyed ourselves from Nego. Always playing pranks on the set, having a blast. So I got to see Trishur for the first time. So that was lovely. എല്ലാ വർഷവും ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ വർഷവും നല്ല വർഷമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും എനിക്ക് ആസ് എൻ ആക്ടർ വളർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നോട് ആളുകൾ കൂടുതൽ സ്നേഹം ഓരോ വർഷവും പോകുന്തോറും കൂടുതൽ സ്നേഹം കാണിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഒരേപോലെ എൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടല്ലോ, താങ്ക് യു ബ്രോ. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും എനിക്ക് ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. ഈ 2025 ആണ് ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ AR എന്നുള്ള സിനിമ, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ 2 സിനിമകൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ കഴിയാൻ പോകുന്ന ഈ 2024 എനിക്ക് വളരെയധികം സ്നേഹവും അപ്രിസിയേഷനും നേടിത്തന്നതാണ്. പ്രത്യേകിച്ച് AR എന്നുള്ള സിനിമയിൽ എനിക്ക് 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിൽ ഒന്ന് പാളിപ്പോയാൽ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാവുമായിരുന്നു. പക്ഷെ അതെല്ലാം 3ഉം ഒരുപോലെ സ്വീകരിക്കുകയും എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമാക്കി ആ സിനിമ മാറ്റുകയും ചെയ്തത് പ്രേക്ഷകരാണ്. അതുകൊണ്ട് എനിക്ക് 2024 തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. 2025 അതേപോലെ തന്നെ സ്പെഷ്യൽ ആകും എന്നാണ് എന്നുള്ള പ്രതീക്ഷ. ഇനി സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് 14 7th ഡേ ചെയ്യുന്ന സമയം മുതലറിയാം. ഇന്നത്തെ ദിവസം നമ്മൾ ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കട്ടപ്പണിയിലാണ് അഖില്. കാര്യം നമ്മൾ ഇച്ചിരി അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും പല പ്രഷറുകളുണ്ടാവും. കാര്യം നമ്മൾ മലയാളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സിനിമ ചിന്തിക്കുകയും അത് മേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല സിനിമയുടെ ഫൈനൽ മിക്സ് ഇന്നലെയാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് 8:15 ഒരു മെസ്സേജ് അയച്ചേക്കാണ്, ഹോസ്പിറ്റൽ ബെഡിൽ ട്രിപ്പും കയറ്റിക്കൊണ്ട് കിടന്നിരുന്ന അഖിലാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 12:30 ആയപ്പോഴത്തേക്കും തൃശ്ശൂർ എത്തി. ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂരിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെ എനിക്ക് ആ ഫോട്ടോ അയച്ചിട്ട് അഖില് പറഞ്ഞത് വീണു എന്നാണ്. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് പടത്തിൻ്റെ പരിപാടികൾ തീരുന്നതുവരെ വീഴില്ല എന്നുള്ളതാണ്. വീണെങ്കിലും ഞാൻ പറഞ്ഞു പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടെ പരിപാടിയുണ്ട്, റിലീസ് കഴിഞ്ഞിട്ട് വീഴാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിന് എൻ്റെ ഒരു പ്രത്യേക സ്നേഹം ഞാൻ അഖിലിനോട് പറയുകയാണ് ഇവിടെ വെച്ച്. താങ്ക് യു. കഴിഞ്ഞ ദിവസം ബേസിൽ അവിടെ കോട്ടയത്ത് ലുലു മാളിൽ വെറുതെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ അവിടെ ഇച്ചിരി തിരക്കൊക്കെ കൂടി. അപ്പോൾ അങ്ങനെ തിരക്കൊക്കെ കൂടുമ്പോൾ നമുക്ക് സിനിമ പ്രൊമോട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് പ്രൊമോട്ട് ചെയ്ത് പോകണം എന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ തല്ലുമാലയ്ക്ക് പോയ സമയത്താണെങ്കിലും അവിടുത്തെ ഹൈലൈറ്റ് മോളിൽ ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾക്ക് പരിപാടി നടത്താൻ പറ്റാതെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന അവിടെ ആരുടെയെങ്കിലും ഒരു ചെറുവിരലിൻ്റെ നഖത്തിനൊരു പരിക്ക് പറ്റിയാൽ പോലും അത് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് ട്രോമയായിരിക്കും. അപ്പോൾ അത് കോട്ടയത്തും നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അപ്പം ഇന്നലെ രാത്രി അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. പോലീസിൻ്റെ ഭാഗത്തുനിന്നും അവിടെ അങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാവരുത്, ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ പോയേക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമുക്കത് മാറ്റി ഇവിടേക്ക് മാറ്റേണ്ടി വന്നത്. ഇമ്മീഡിയറ്റ്ലി തന്നെ ലുലു അവർ തന്നെയാണ് അവിടെ നിന്ന് മാറ്റി നമുക്ക് ഇങ്ങോട്ട് മാറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഇത് ഞാൻ പലതരം സിനിമകൾ ചെയ്തിട്ടുണ്ട്, പല ആളുകളോട് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരുപോലെ ഞാൻ ഓർക്കുന്ന എനിക്ക് വളരെ പ്രിയപ്പെട്ട ഓർമ്മകളാണ്. ഈ സിനിമയിലാണെങ്കിലും ഇപ്പോൾ വിനയ് സാറാണെങ്കിലും ദൃശ്യ മാം ആണെങ്കിലും അവർ മറ്റ് ഇൻഡസ്ട്രികളിൽ തിരക്കിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ആകർഷകരായിട്ടാണ് അവർ ഈ സിനിമയിലേക്ക് വരുന്നത്.
അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീനുകൾ ഉള്ളതും ഇവർ രണ്ടുപേരുടെയും കൂടെയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ താരതമ്യേന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. പല ഇപ്പോൾ ഒരു എക്സ്ട്രാ വാഗൻസിയുടെ ഒക്കെ അങ്ങനത്തെ ഒപ്പുലൻസിന്റെ ഒക്കെ കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചെറിയ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇവർക്ക് മറ്റ് ഇൻഡസ്ട്രികളിൽ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് നമ്മളുടെ കൂടെ, കാര്യം ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ, ഒരു അംബീഷ്യസ് ആയിട്ട് സിനിമ അച്ചീവ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളിലും ഓവർ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്ത് കൃഷ മാം ആണെങ്കിലും വിനയ് സാർ ആണെങ്കിലും നമ്മുടെ കൂടെ നിന്നു. അതിന്റെ റിസൾട്ടാണ് ഈ സിനിമ ഇപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, ഈ ജനുവരി 2-ാം തീയതി പുറത്തേക്ക് ഇറങ്ങുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ഐഡന്റിറ്റിയുടെ സെറ്റിലായിരുന്നു. ഇത്തവണ ഇനിയിപ്പോൾ ന്യൂ ഇയറിന് നമുക്ക് അതുപോലെ തന്നെ ഈ വർഷത്തെ ന്യൂ ഇയറിൽ ഏറ്റവും വലിയ വിശേഷവും ഇതാണ്. മിക്കവാറും റിലീസിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ റിലീസിന് ശേഷം പ്രമോഷൻസിന്റെ ഭാഗമായിട്ട് തൃശ്ശ മാം കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, Thank you.